അപ്പോ 74 പേജ് നമ്പർ 74 ശ്രദ്ധിക്കുക. ലാസ്റ്റ് പാരഗ്രാഫ്. ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെ കുറിച്ചുള്ള പത്രാധിപരുടെ ശരിയായ വീക്ഷണവും നിലപാടും വിലയിരുത്തലും വ്യക്തമാക്കുന്നത് മുഖപ്രസംഗത്തിലാണ്. എന്താ അവിടെ പറഞ്ഞത്? മുഖപ്രസംഗത്തിലാണ്. എന്ത് മുഖപ്രസംഗത്തിനാണ് പത്രത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? ഏറ്റവും കേൾക്കുന്നില്ല അല്ലെ? സെക്കൻഡ് പാരഗ്രാഫ് എടുത്താണോ മിസ്സേ? പ്രസിദ്ധീകരണങ്ങളുടെ എടുത്തില്ലേ? എടുത്തു. നമ്മൾ പറഞ്ഞില്ലേ ഇത് മലയാള മനോരമ ഇപ്പോഴും നിലവിലുള്ള പത്രമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മൾ ഉണ്ടായില്ലേ? ആൻമേരിയ പറഞ്ഞു. പിന്നീട് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് സെക്കൻഡ് പാരഗ്രാഫ് എടുത്തില്ലാന്ന്. അപ്പൊ എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു എന്ത് സ്വദേശാഭിമാനി, മലയാള മനോരമ തുടങ്ങിയ ആദ്യകാല മലയാള പത്രങ്ങൾ പെടുന്നു പറഞ്ഞു. അപ്പൊ മലയാള മനോരമ ഇപ്പോഴും ഉള്ള പത്രമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അല്ലെ? അപ്പൊ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? മുഖപ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെ കുറിച്ചുള്ള പത്രാധിപരുടെ ശരിയായ വീക്ഷണവും നിലപാടും വിലയിരുത്തലും വ്യക്തമാക്കുന്നത് എവിടെയാ? മുഖപ്രസംഗത്തിലാണെന്ന് പറഞ്ഞു അല്ലെ? ഭരണാധികാരികളെ അവരുടെ കടമകളെ പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രിയങ്ങളായ സത്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഒരു പത്രാധിപരുടെ കർത്തവ്യമെന്ന് ജെംസ്ലിക് ബക്കിംഗ്ഹാം. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജെംസ്ലിക് ബക്കിംഗ്ഹാം പറഞ്ഞിട്ടുണ്ട്. ഒരു ഭരണാധികാരികളെ അവരുടെ കടമകളെ പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രിയങ്ങളായ സത്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഒരു പത്രാധിപരുടെ കർത്തവ്യമെന്ന് ജെംസ്ലിക് ബക്കിംഗ്ഹാം പറഞ്ഞു. എന്താണ് ഒരു പത്രാധിപരുടെ കർത്തവ്യം? എന്താണ് ജെംസ്ലിക് ബക്കിംഗ്ഹാം പറഞ്ഞത്? ഭരണാധികാരികളെ അവരുടെ കടമകളെ പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രിയങ്ങളായ സത്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഒരു പത്രാധിപരുടെ കർത്തവ്യം എന്നാണ് ആര് പറഞ്ഞത്? ജെംസ്ലിക് ബക്കിംഗ്ഹാം പറഞ്ഞു. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ, മാമൻ മാപ്പിള, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കേസരി ബാലകൃഷ്ണപിള്ള, പി.സി. വർക്കി, സഹോദരൻ അയ്യപ്പൻ എന്നിവർ മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ വ്യക്തിപ്രഭാവമുള്ള പത്രാധിപരായിരുന്നു. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടതെന്നാ പറഞ്ഞത് ഇതില്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ, മാമൻ മാപ്പിള, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കേസരി ബാലകൃഷ്ണപിള്ള, പി.സി. വർക്കി, സഹോദരൻ അയ്യപ്പൻ എന്നിവർ മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ വ്യക്തിപ്രഭാവമുള്ള പത്രാധിപരായിരുന്നു. അങ്ങനെയാണ് ആ പാരഗ്രാഫ് അത്രയാണ് പറഞ്ഞത്. ഒരു പത്രത്തിന്റെ മുഖപുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെ കുറിച്ചുള്ള രാഷ്ട്രീയ പറഞ്ഞാൽ അറിയില്ലേ? രാഷ്ട്രീയം പിന്നെയോ സാമൂഹ്യം, സമൂഹത്തെ സംബന്ധിച്ചുള്ളത് സാമൂഹ്യം. പിന്നെന്താ? രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെ കുറിച്ചുള്ള പത്രാധിപരുടെ ശരിയായ വീക്ഷണവും നിലപാടും വിലയിരുത്തലും വ്യക്തമാക്കുന്നത് മുഖപ്രസംഗത്തിലാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ? ഭരണാധികാരികളുടെ അവരെ കടമകളെ പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രിയങ്ങളായ സത്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഒരു പത്രാധിപരുടെ കർത്തവ്യം എന്നാണ് ജെംസ്ലിക് ബക്കിംഗ്ഹാം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ആരൊക്കെയാണ് ഇല്ല അല്ലെ? പ്രധാനപ്പെട്ട പത്രാധിപരാരൊക്കെയായിരുന്നു പറഞ്ഞേ? കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ, മാമൻ മാപ്പിള, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് തുടങ്ങിയവരിൽ പി.സി. വർക്കി, സഹോദരൻ അയ്യപ്പൻ എന്നിവരാണ് മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയരായ വ്യക്തിപ്രഭാവമുള്ള പത്രാധിപരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നില്ല മക്കളെ? ക്ലിയർ ഇല്ല? ഇല്ലേ? നേരത്തെ പോലെ വരാനും തുടങ്ങി. ഇടയ്ക്ക് സ്റ്റെക്ക് കേൾക്കുന്നത്. അതെ അല്ലെ? ഒരു കാര്യം ചെയ്യും നിങ്ങളെ, ഈ 3 പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങൾ ഒന്നാണെന്നുള്ള മുമ്പിൽ ആരെങ്കിലും ഒരാൾ വായിച്ചേ നോക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വായിക്കുന്ന എങ്ങനെ കേൾക്കുന്നു നോക്കട്ടെ. ആൻമരിയ.
വായിച്ചോ ആൻമരിയ. സാമൂഹിക പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. അത് മനുഷ്യരെ കൂട്ടിയിണക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്താഭിരുചികൾക്ക് അനുസരിച്ച് നാനാതരം വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിൽ ആദ്യം നടപ്പാക്കിയ രാജ്യം ചൈനയാണെന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ പിള്ള തന്റെ വൃത്താന്തപത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള പത്രങ്ങൾ അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത് 17ാം നൂറ്റാണ്ടിലാണ്. പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1880 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി കൊൽക്കത്തയിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റ് അഥവാ കൽക്കത്ത ജനറൽ അഡ്വർടൈസർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. എങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പത്രാധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്നിറങ്ങിയ ആദ്യത്തെ വർത്തമാന പത്രം എന്ന ബഹുമതി 1816 ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റിനാണ്. ഗംഗാധർ ഭട്ടാചാർയായിരുന്നു ഇതിന്റെ പത്രാധിപർ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണെന്നും അതല്ല ജോർജ് മാർട്ടിന്റെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാന നിക്ഷേപമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഡോക്ടർ ഗുണ്ടട്ടിന്റെ പശ്ചിമോദയവും ഈ കാലഘട്ടത്തിൽ തന്നെ പിറന്ന ഒരു വാർത്താമാസികയാണ്. മതപരമായ കാര്യങ്ങൾ പ്രചരിക്കാൻ വേണ്ടിയാണ് മിഷനറിമാരായ ഇവർ പത്രം തുടങ്ങിയത്. എന്നാൽ മതപരമല്ലാത്ത വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പത്രം 1860 കൊച്ചിയിൽ നിന്ന് ഗുജറാത്തി വ്യവസായിയായിരുന്ന ദേവ്ജി ഭീംജി ആരംഭിക്കുകയുണ്ടായി. കേരള മിത്രം എന്നായിരുന്നു ഇതിന്റെ പേര്. കേരള പത്രിക, പശ്ചിമതാരക, സത്യനാഥ കാഹളം, കേരള സഞ്ചാരി, നസ്രാണി ദീപിക, സ്വദേശാഭിമാനി, മലയാള മനോരമ തുടങ്ങിയവ ആദ്യകാല മലയാള പത്രങ്ങളിൽ പെടുന്നു. ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെക്കുറിച്ചുള്ള പത്രാധിപരുടെ ശരിയായ വീക്ഷണവും നിലപാടും വിലയിരുത്തലും വ്യക്തമാക്കുന്നത് മുഖപ്രസംഗത്തിലാണ്. ഭരണാധികാരികളെ അവരുടെ കടമകളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രിയങ്ങളായ സത്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഒരു പത്രാധിപരുടെ കർത്തവ്യമെന്ന് ജെയിംസ് ബക്കിംഗ്ഹാം പറഞ്ഞിട്ടുണ്ട്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, CV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ, മാമൻ പിള്ള, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, കേസരി ബാലകൃഷ്ണപിള്ള, PC വർക്കി, സഹോദരൻ അയ്യപ്പൻ എന്നിവർ മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയ പ്രഭാവമുള്ള പത്രാധിപന്മാരായിരുന്നു. അപ്പൊ അത്ര വരെയാണ് നമ്മൾ പറഞ്ഞത്. ഷോൺ പോയിരുന്നല്ലോ. പിന്നെ ഇനി ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണപിള്ള അക്കാലത്തെ അനീതികൾക്കും അസമത്വത്തിനും അധർമ്മങ്ങൾക്കും അസ്പൃശ്യതയ്ക്കുമെതിരായി, അസ്പൃശ്യതയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തൊട്ടുകൂടായ്മ. ഓക്കെ. യുക്തിയുക്തം പോരാടി. തിരുവിതാംകൂറിലെ ദുർഭരണത്തെയും അഴിമതികളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സഹികെട്ട രാജാവ് ധീരനായ ആ പത്രാധിപരെ നാടുകടത്തുകയുണ്ടായി. 1910 സെപ്റ്റംബർ 26 പാതിരായ്ക്ക് ശേഷം മലനിരകൾക്കിടയിലുള്ള ആര്യങ്കാവ് ചുരത്തിലേക്കാണ് അദ്ദേഹത്തെ കടത്തിവിട്ടത്. പക്ഷേ നാടുകടത്തിയ ഭീരുവായ രാജാവ് ചരിത്രത്തിൽ നിഷ്പ്രഭനാവുകയും നാടുകടത്തപ്പെട്ട പത്രാധിപർ അവിസ്മരണീയനായി തീരുകയും ചെയ്തു. ദീർഘദർശിയല്ലാത്ത ഭരണാധികാരിയേക്കാൾ പ്രവാചക പ്രതിഭയുള്ള പത്രാധിപരുടെ മഹത്വത്തെയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. എന്താ ലാസ്റ്റ് പറയുന്നത്? സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാരായിരുന്നു? കെ രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? കെ രാമകൃഷ്ണ പിള്ള അല്ലെ? സ്വദേശാഭിമാനി തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അക്കാലത്തെ അനീതികൾക്കും, ആ നീതി പറഞ്ഞ എന്താണ്? നീതിയില്ലായ്മ അല്ലെ, തുല്യമല്ലാത്ത ഇത്, അനീതികൾക്കും അസമത്വത്തിനും, അസമത്വം എന്ന് പറഞ്ഞാൽ സമത്വമില്ലായ്മ അല്ലെ, അസമത്വം
തുല്യതയല്ലായിരുന്നില്ല, സമത്വം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. അസമത്വത്തിനും അധർമ്മങ്ങൾക്കും. അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനെതിരായത് അധർമ്മം. അസ്പൃശ്യതയ്ക്കുമെതിരായി. അസ്പൃശ്യത തൊട്ടുകൂടായ്മ. എന്താ അർത്ഥം? അസ്പൃശ്യത പറഞ്ഞ എന്താ അർത്ഥം? തൊട്ടുകൂടായ്മ. കേൾക്കുന്നില്ലേ മക്കളെ? അസ്പൃശ്യതയ്ക്കുമെതിരായി യുക്തിയുക്തം പോരാടി. അല്ലെ? ആവശ്യത്തിനനുസരിച്ച് യുക്തിയുക്തം പോരാടി. തിരുവിതാംകൂറിലെ ദുർഭരണത്തെയും മോശമായ ഭരണത്തെയും അഴിമതികളെയും, അഴിമതി പറഞ്ഞ എന്താണ്? രാഷ്ട്രീയക്കാരിൽ അഴിമതി ചെയ്യാറുണ്ട് അല്ലെ? എന്താ അഴിമതി? എന്തൊക്കെയോ കൊടുത്തിട്ടായിരിക്കും അല്ലെ അഴിമതി. അഴിമതികളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. രൂക്ഷമായി പറഞ്ഞാല് കഠിനമായി വിമർശിക്കുക അല്ലെ, എതിർക്കുക. സഹികെട്ട രാജാവ് ധീരനായ ആ പത്രാധിപരെ നാടുകടത്തുകയുണ്ടായി. അല്ലെ? രാജാവ് ഇവരെല്ലാം ഈ രൂക്ഷമായി വിമർശിച്ച സമയത്ത് രാജാവ് അധീരനായ ആ പത്രാധിപരെ എന്ത് ചെയ്തു? നാടുകടത്തുകയുണ്ടായി. 1910 സെപ്റ്റംബർ 26 പാതിരായ്ക്ക് ശേഷം, പാതിരാവിലെ 12 മണിക്ക് ശേഷം മലനിരകൾക്കിടെയുള്ള ആര്യങ്കാവ് ചുരത്തിലേക്കാണ് അദ്ദേഹത്തെ കടത്തിവിട്ടത്. പക്ഷേ നാടുകടത്തിയ ഭീരുവായ രാജാവ് ചരിത്രത്തിൽ നിഷ്പ്രഭരാവുകയും നാടുകടത്തപ്പെട്ട പത്രാധിപർ അവിസ്മരണീയനായി തീരുകയും ചെയ്തു. ദീർഘദർശിയല്ലാത്ത ഭരണാധികാരികൾ, വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാഴ്ചപ്പാടാണ്. ചരിത്രത്തിൽ നിഷ്പ്രഭനാവുകയും നാടുകടത്തപ്പെട്ട പത്രാധിപർ അവിസ്മരണീയനായി തീരുകയും ചെയ്തു. അവിസ്മരണീയൻ എന്ന് പറഞ്ഞാൽ ആരാ? വിസ്മരിക്കാനാകാത്തത്, മറക്കാനാകാത്ത അല്ലെ? അവിസ്മരണീയനായി തീരുകയും ചെയ്തു. ദീർഘദർശിയല്ലാത്ത ഭരണാധികാരിയേക്കാൾ, ദീർഘദർശി എന്നാ വരാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞല്ലേ? ദീർഘദർശി അല്ലാത്ത ഭരണാധികാരിയേക്കാൾ പ്രവാചക പ്രതിഭയുള്ള പത്രാധിപരുടെ മഹത്വത്തെയാണ്. അപ്പൊ ഈ നാടുകടത്തിയ രാജാവിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടായത് അത് ആ നാടുകടത്തപ്പെട്ട പത്രാധിപരെയാണ് അല്ലെ? അവിസ്മരണീയനായി തീരുകയും ചെയ്തു വന്നാല് നാടുകടത്തപ്പെട്ട പത്രാധിപര്. ദീർഘദർശിയല്ലാത്ത ഭരണാധികാരിയേക്കാൾ പ്രവാചക പ്രതിഭയുള്ള പത്രാധിപരുടെ മഹത്വത്തെയാണ് നമുക്കിവിടെ കാണാനാകുന്നത് അല്ലെ? എന്താ ഒന്നുകൂടി പറയാം. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണ പിള്ള അക്കാലത്തെ അനീതികൾക്കും അസമത്വത്തിനും അധർമ്മങ്ങൾക്കും അസ്പൃശ്യതയ്ക്കുമെതിരായി യുക്തിയുക്തം പോരാടി. തിരുവിതാംകൂറിലെ ദുർഭരണത്തെയും അഴിമതികളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ആര്? കെ രാമകൃഷ്ണ പിള്ള. സഹികെട്ട രാജാവ് എന്ത് ചെയ്തു? ആ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ, ആരെ? കെ രാമകൃഷ്ണ പിള്ളയെ, ധീരനായ പത്രാധിപരെ നാടുകടത്തുകയുണ്ടായി. 1910 സെപ്റ്റംബർ 26 പാതിരാക്ക് ശേഷം മലനിരകൾക്കിടെയുള്ള ആര്യങ്കാവ് ചുരത്തിലേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തി വിട്ടത്. പക്ഷെ നാടുകടത്തിയ ഭീരുവായ രാജാവ്, ആരാ നാടുകടത്തിയ രാജാവ്? ഭീരുവായ പേടിച്ചറിഞ്ഞവൻ അല്ലെ? ചരിത്രത്തിൽ നിഷ്പ്രഭനാവുകയും ഒരു പ്രഭയില്ലാത്ത ആളാവുകയും നാടുകടത്തപ്പെട്ട പത്രാധിപരല്ലേ അറിയപ്പെട്ടത് ആര്? കെ രാമകൃഷ്ണ പിള്ള അവിസ്മരണീയനായി തീരുകയും ചെയ്തു. ദീർഘദർശിയല്ലാത്ത ഭരണാധികാരികൾക്കാൾ പ്രവാചക പ്രതിഭയുള്ള പത്രാധിപരുടെ മഹത്വത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റാവുന്നത്. എന്തുകൊണ്ടാ? കെ രാമകൃഷ്ണ പിള്ളയാണ് നമ്മളിപ്പോഴും അറിയപ്പെടുന്നത് അല്ലെ? അദ്ദേഹമാണ് അവിസ്മരണീയനായി തീർന്നത്. അതാണ് അതിൽ പറയുന്നത്. അപ്പോ എന്തൊക്കെയാണ്? ഒരുപാട് വേർഡ്സുകളുണ്ട്, കട്ടി. സ്വദേശാഭിമാനി ദിയ ഒന്ന് വായിച്ച ലാസ്റ്റ് പാരഗ്രാഫ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപനായിരുന്നു കെ രാമകൃഷ്ണൻ പിള്ള. അക്കാലത്തെ അനീതികൾക്കും അസമത്വത്തിനും അധർമ്മങ്ങൾക്കും അസ്പൃശ്യതയ്ക്കുമെതിരായി യുക്തിയുക്തം പോരാടി. തിരുവിതാംകൂറിലെ ദുർഭരണത്തെയും അഴിമതികളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സഹികെട്ട രാജധീരനായ ആ പത്രാധിപരെ നാട് കടത്തുകയുണ്ടായി. 1910 സെപ്റ്റംബർ 26 പാതിരായ്ക്ക് ശേഷം മലനിരകൾക്കിടയിലുള്ള ആര്യങ്കാവ് ചുരത്തിലേക്കാണ് അദ്ദേഹത്തെ കടത്തിവിട്ടത്. പക്ഷേ നാടുകടത്തിയ ഭീരുവായ രാജാവ് ചരിത്രത്തിൽ നിഷ്പ്രഭനാവുകയും നാടുകടത്തപ്പെട്ട പത്രാധിപൻ അവിസ്മരണീയനായി തീരുകയും ചെയ്തു. ദീർഘദർശിയില്ലാത്ത ഭരണാധികാരിയേക്കാൾ
പ്രവാചക പ്രതിഭയുള്ള പത്രാധിപരുടെ മഹത്വത്തെയാണ് നമുക്കിവിടെ കാണുവാനുള്ളത് കാണാനാവുന്നത് അല്ലെ. അപ്പൊ പത്രം നമ്മുടെ മിത്രനില പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? കുറച്ച് അധികം ഉണ്ട്, നല്ലപോലെ വായിക്കണം പാഠം കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിലൊന്നും പലരും ഉണ്ടായില്ല, പിന്നെ ഓരോ ക്ലാസ്സിലും ആളുകൾ കുട്ടികളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം കുറെ ഉണ്ട് ഇതില്. അർത്ഥം എന്തൊക്കെയാണെന്ന് നോക്കിയേ. ജിജ്ഞാസ, അവിടെ ജിജ്ഞാസ ആദ്യം തന്നെ ഉണ്ട്. എന്ത്? സജിമോൻ ഓടിച്ചെന്ന പത്രം എടുത്തു, അവൻ അത് ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴും അച്ഛൻ പിന്നാലെ കയ്യിൽ നീട്ടിയിരിക്കുന്നത്. ഇവിടെ ആദ്യം പാഠത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ഇത് ജിജ്ഞാസ. ജിജ്ഞാസ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാനുള്ള ആഗ്രഹം, അതാണ് ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ആകാംക്ഷ, ആകാംക്ഷ എന്ന ആകാംക്ഷയോടെ എന്നുണ്ട്. അത് തന്നെ ആ പാരഗ്രാഫിൽ തന്നെ ആകാംക്ഷയോടെ എന്നുണ്ട്. ഏതാ? തൊട്ടു പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും ആകാംക്ഷയോടെ. ആകാംക്ഷ പറഞ്ഞ എന്താ അർത്ഥം? സംഭവിക്കുന്നത് എന്തെന്നറിയാനുള്ള തിടുക്കമാണ് ആകാംക്ഷ. സംഭവിക്കുന്നത് എന്തെന്നറിയാനുള്ള തിടുക്കം, ആകാംക്ഷ. കുറച്ച് നല്ല കട്ടി വേർഡ്സ് ആണ്. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം, ആകാംക്ഷ സംഭവിക്കുന്നത് എന്തെന്നറിയാനുള്ള തിടുക്കം. നെക്സ്റ്റ് പരതുക. പരതുക നിങ്ങൾക്ക് അറിയാം അല്ലെ? തിരയുക. അപ്പൊ പരിധി എവിടെ? ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ പരിധി എന്നെല്ലാം പറയാറില്ലേ? തിരഞ്ഞു എന്നർത്ഥം. ദൈനംദിനം, നിത്യേനയുള്ള, സ്വാധീനം, സ്വയം നിയന്ത്രണം. സഹജം, എന്താ സഹജവാസന എന്നെല്ലാം പറഞ്ഞ? ജന്മനായുള്ളതാണ് സഹജം. അതായത് സഹജം, ജനിക്കുമ്പോഴുള്ളത് അല്ലെ, ജന്മനാ ഉള്ളത്. സ്പന്ദനം, ഹൃദയസ്പന്ദനം കേൾക്കാറില്ല നമ്മള്, മിടിപ്പ്. സ്പന്ദനം, മിടിപ്പ്. കുറേയേറെ അർത്ഥമുണ്ട് മക്കളെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് സ്പന്ദനത്തിന് മുമ്പേ സ്വാധീനമുണ്ട്, സ്വയം നിയന്ത്രണം. സഹജം, ജന്മനായുള്ളത്. ദൈനംദിനം നമ്മൾ പറഞ്ഞോ, നിത്യേനയുള്ള. സ്പന്ദനം, മിടിപ്പ്. അഭേദ്യം, അഭേദ്യം എന്ന് പറഞ്ഞാൽ ഭേദിക്കാനാകാത്തത്, വേർപെടുത്താനാവാത്തത്, ആകാത്ത. നവോത്ഥാനം, പുതിയ ഉണർവ്, നവോത്ഥാനകാലം നേടുന്നു. നിർണായകം, മുഖ്യം. വർജനം, ഉപേക്ഷിക്കൽ. വർജിക്കൽ പറഞ്ഞാൽ അറിയാലോ, ഉപേക്ഷിക്കൽ. അവിസ്മരണീയം, മറക്കാനാകാത്ത. വിനിമയം, കൈമാറ്റം. ഉത്തേജിപ്പിക്കുക, ഉണർത്തുക. അഭിരുചി, താല്പര്യം. വീക്ഷണം, കാഴ്ചപ്പാട്. ഉദ്ബോധിപ്പിക്കുക, നന്നായി ബോധ്യപ്പെടുത്തുക. അസ്പൃശ്യത, തൊട്ടുകൂടായ്മ. അത്രയും അർത്ഥങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. തൊട്ട് മുമ്പത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളെ തന്നു അല്ലേ? കൃഷ്ണന്റെ ഇല്ല അല്ലെ? തന്നോ ഇല്ലയോ? ഇല്ലല്ല. ശ്രീകൃഷ്ണനും കുചേലനും ഇന്നലെ പാഠത്തിന്റെ അർത്ഥം തരണത്തല്ലേ? അല്ല, ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടോ നോട്ട്ബുക്കില് വല്ലതും? അപ്പൊ കൃഷ്ണന്റെ ആ പാഠത്തിന്റെ, ശ്രീകൃഷ്ണൻ കുചേലനുള്ള പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് തന്നില്ലാന്ന് തോന്നുന്നു. നോട്ട് കൃത്യമായി എഴുതുന്നുണ്ടോ ആൻമേരിയ? സ്റ്റക്കായോ? കേൾക്കുന്നുണ്ടോ മോളെ? ആൻമേരിയ നോട്ട് കൃത്യമായി എഴുതുന്നില്ലേ? ദിയാന്റെ ആൻമേരിയ കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഞാൻ എഴുതുന്നത് അയക്കാൻ പറ്റുന്നില്ല. എഴുതുന്നൊക്കെ ഉണ്ട്, ഫോൺ ഞാൻ അയക്കുമ്പോഴത്തേനെ കൊണ്ടു. ഓ, എഴുതുന്നുണ്ട് അല്ലെ മോളെ? എഴുതുന്നുണ്ടല്ലോ. എഴുതുന്നുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണനും കുചേലനും നിന്റെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് മിസ് തന്നോ? ഈ ആഴ്ചത്തെ ഒന്നും നോക്കിയിട്ടില്ല. എല്ലാം എഴുതിയെടുക്കണം അന്നേരം തന്നെ. അപ്പൊ ഒന്നുകൂടി ഞാൻ ഇത് വായിക്കാം. ആ പാഠഭാഗം കുറച്ച് ടഫാണ്, അതുകൊണ്ട് ഒന്നുകൂടി വായിക്കാം. പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. മുറ്റത്തൊരു സൈക്കിളിന്റെ മണിനാദം. അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം വരാന്തയിലേക്ക് പാളി വീണു. സജിമോൻ ഓടിച്ചെന്ന് പത്രം എടുത്തു. അവനത് ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴേക്കും അച്ഛൻ പിന്നാലെ കയ്യിൽ നീട്ടിയെത്തി. തൊട്ടു പിന്നാലെ ഉണ്ട് അമ്മയും ചേച്ചിയും ആകാംക്ഷയോടെ. ഒന്നാം പേജിലെ രാഷ്ട്രീയവും ഭരണപരമായ പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മെഴികൾ ആർത്തിയോടെ പരതാൻ തുടങ്ങി.
ആ ഉള്ളിലെ പേജിങ് തന്നെയച്ചാ, എന്റെ പരീക്ഷാഫലം ഉണ്ടോന്ന് നോക്കട്ടെ. ചേച്ചി ഉള്ളിലെ താളുകൾ പിടിച്ചു വാങ്ങി അകത്തേക്ക് ഓടി. ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി. സജിമോൻ ചേച്ചിയുടെ പിന്നാലെ ചെന്നു. ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവൻ തിടുക്കം. വീട്ടമ്മയെ കൊന്ന് കവർച്ച നടത്തിയ ഇന്നലത്തെ കേസിലെ പ്രതികളെ കിട്ടിയോ ആവോ? ആ പത്രമൊന്ന് നോക്കട്ടെ. അമ്മയും പത്രത്താളിൽ പിടികൂടി. അങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യമനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുകയായി. ഉണർന്നാൽ ബെഡ് കോഫിയോടൊപ്പം പത്രവാർത്തകളും അറിയുക എന്നത് പൊതുവെ നമ്മുടെ ഒരു രീതിയായി കഴിഞ്ഞിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണ് ഉള്ളതെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വർത്തമാന പത്രത്തിനുള്ള ഈ കമ്പത്തിന്റെ രഹസ്യം എന്താണ്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജ വാസന തന്നെ, ജന്മനയുള്ള വാസന തന്നെയാണ് എന്നർത്ഥം. എഴുത്തും വായനയും അറിയാതിരുന്ന പുരാതന കാലത്തും മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമാണ് പത്രങ്ങളെന്ന് ചുരുക്കി പറയും. ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് കഴിഞ്ഞു. ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സമര ആവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സതി, ശൈശവ വിവാഹം, നരബലി, മൃഗബലി തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പ്രചാരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളായിരുന്ന ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. അത് മനുഷ്യരെ കൂട്ടിയിണക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച് നാനാതരം വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിലെ ആദ്യം നടപ്പാക്കിയ രാജ്യം ചൈനയാണെന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തന്റെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്.